ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ അമ്മയുടെ എൻഗേജ്മെന്റ് സാരി ഞാൻ ഉടുക്കാൻ പോകുന്നതാണ്. ഇത് ആക്ച്വലി 27-28 ഇയേഴ്സ് ആയിട്ടുണ്ട്. 1998 അവരുടെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ബ്ലൗസ് ആക്ച്വലി ഇത് അമ്മയുടെ തന്നെയാണ്. ഇത് ഞാൻ ഷേപ്പ് ചെയ്ത് എൻ്റെ സൈസിലോട്ട് ആക്കിയതാണ്. സോ ഞാൻ പെട്ടെന്ന് ഈ സാരി കണ്ടപ്പോൾ എനിക്ക് മാച്ചായിട്ട് തോന്നിയിട്ട് ഞാൻ അമ്മയുടെ നടിച്ചു മാറ്റിയതാണ് ഈ ബ്ലൗസ്. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതിന്റെ. അപ്പോ ഞാൻ പെട്ടെന്ന് സാരി എടുത്തിട്ട് വരാം. അപ്പോ ഇതാണ് എന്റെ സാരി സെറ്റപ്പ്. സാരി സെറ്റപ്പ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. ഞാൻ ആക്ച്വലി ഇതെനിക്ക് അയൺ ചെയ്യാനൊരു പേടി. എനിക്ക് അയൺ ചെയ്യാനൊരു പേടി, കാരണം ഇത് ഇത്രയും പഴയ സാരിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ സ്ട്രെയിറ്റിനോട് ഹെയറും സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഞാൻ ഈ ഒരു കട്ടിങ് ഇങ്ങനെ ഒരു മടക്ക് വരുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ചെയ്തു. പിന്നെ താഴത്തെ ഒരു പ്ലേറ്റ്സ് ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മെയിൻ സെക്ഷൻ ആയിട്ടുള്ള മേക്കപ്പിലോട്ട് കണ്ടത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ സാരി കാണാൻ. ആക്ച്വലി മുന്താണി മാത്രമാണ് നമുക്ക് ഗോൾഡൻ വർക്ക് വരുന്നത്. പിന്നെ സൈഡ് ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻ ഇതുപോലെ, പിന്നെ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ ബോഡിയിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ഈ ഒരു പൊട്ട് പോലത്തെ ഡിസൈൻ. അങ്ങനെയാണ്. നല്ല എന്താ പറയാ, നല്ല ക്യൂട്ട്. നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു കല്യാണത്തിന് കൊടുത്തു പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. ഈവൻ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചും കൂടി ഡാർക്ക്, എന്താ പറയുക, നമ്മുടെ പ്രോപ്പർ ഒരു നമ്മൾ പണ്ടത്തെ പറയില്ല വയലറ്റ് കളർ, അതാണ്. നല്ല നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓൾറെഡി മോയ്സ്ചറൈസ് ഒക്കെ ചെയ്തതാണ്. നമുക്ക് വലിയൊരു രീതിയിലുള്ള മേക്കപ്പ് ഒന്നും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, കാരണം നമുക്ക് ഇവിടെ പോകാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫോട്ടോയിൽ എങ്ങനെ ഫിനിഷിംഗ് കിട്ടുന്നു എന്നുള്ള രീതിയിൽ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് എൻ്റെ കുറച്ച് നല്ല ഡാർക്ക് ആയിട്ടുള്ള പിമ്പിൾസിനൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ BB ക്രീം ആണ് എടുക്കുന്നത്. ഞാൻ ഫോട്ടോ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ടോൺ, ഐ മീൻ ഒരു ലിറ്റിൽ ഫെയർ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ BB അല്ല ഞാൻ വീഡിയോസിന് യൂസ് ചെയ്യാം. ഐ മീൻ ജസ്റ്റ് നമുക്ക് കുറച്ചൊരു നമുക്കൊരു നന്നായിട്ട് എടുത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ നോർമലി വെളുത്തിട്ട് പാടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. ലൈക്ക് ഒരു ഒന്ന് ബെറ്റർ ടോണായിട്ട് നിൽക്കാൻ വേണ്ടി, നമ്മുടെ വീഡിയോ ഒന്ന് മാച്ച് ആകാൻ വേണ്ടി. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് പെൻഡ് ചെയ്ത് നോക്കാം. നമ്മൾ ഭയങ്കരമായിട്ട് മേക്കപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഫീൽ നമ്മുടെ ജസ്റ്റ് ഒരു ഗ്ലോയി ഫീലാണ്. ആക്ച്വലി സ്വിസ് ബ്യൂട്ടിയുടെ ഒരു BB ക്രീമാണ്. ഇറ്റ്സ് എ ഗുഡ് പ്രോൺ. ആക്ച്വലി താഴെ എൻ്റെ യോഗീഷ് ഭായിയുടെ ബുദ്ധു കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് ശ്രദ്ധിക്കുമായിരുന്നു. ആക്ച്വലി ഇതൊന്നും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് കൺസീലർ വെച്ചിട്ട് നമ്മുടെ ഐബ്രോസിൻ്റെ താഴെ മേലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ത്രെഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഞാൻ രണ്ട് മൂന്ന് മാസമായിട്ടുണ്ടോ എനിക്ക് വേറെ സൈറ്റാണ് ഈ വയസ്സ്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ ആയിട്ട് ബ്ലഷ് നമ്മൾ വായി പൊത്തും. ഈ ബ്ലഷ് ഉണ്ടെന്ന് എല്ലാവരും അറിയട്ടെ. അതുപോലെ നമ്മൾ വാരി പൊത്തണം കേട്ടോ ഗൈസ്. നമ്മളൊരു എസ്തെറ്റിക് ലിപ് കോംബോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു ലിപ് ലൈൻ എടുക്കുന്നു, ഒരു ഡാർക്ക് കളർ ഔട്ട്ലൈൻ ചെയ്ത്. ഓക്കെ, ഇത് ഫേസ് സ്കാനറുടെ കംഫി മാറ്റിന്റെ ഒരു ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ എനിക്ക് അറിയത്തില്ല. കംഫി മാറ്റ് ഷെയ്ഡ് നമ്പർ എനിക്ക് അറിയത്തില്ല. പിങ്ക് ഷെയ്ഡാണ്. ഭയങ്കര കേട്ടോ, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ലിപ്സ് അങ്ങനെ ഡ്രൈ ആക്കുന്ന അങ്ങനെയൊന്നുമില്ല. സാധാരണ ലിക്വിഡ് ലിപ്സ്റ്റിക്സിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു ന്യൂ ടച്ചാണ്. കണ്ടോ, നമുക്കൊരു ബാഡി വൈബ് വരും. പക്ഷെ നമുക്ക് ബാഡി വൈബ് അല്ല വേണ്ടേ, നമ്മൾ ട്രഡീഷണൽ വൈബല്ലേ. അപ്പോൾ നമുക്ക് ഒരു പൊട്ടി റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മിസ് ക്ലാരിറ്റിയാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കേട്ടോ, നല്ലൊരു എസ്തെറ്റിക് ലിപ്സ്. പിന്നെ ഈ ലിപ്സ്റ്റിക് ഞാൻ അത്രയ്ക്ക് നിങ്ങളെ സജസ്റ്റ് ചെയ്യിക്കുന്നില്ല. സജസ്റ്റ് ചെയ്തില്ല മിസ് ക്ലാറിൻ്റെ. ഇത് കുറച്ച് ഡ്രൈ ആണ് കേട്ടോ, ലിപ്സ് ഡ്രൈ ആണ്. ഞാനിപ്പോൾ എനിക്ക് എവിടെ പോകാനൊന്നുമില്ല, ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് കളയും പെട്ടെന്ന് തന്നെ എനിക്ക് വീഡിയോസ് എടുത്തതിന് ശേഷം. അതുകൊണ്ടാണ് ഞാനിത് ബേസിക്കലി I won't suggest this. ഓക്കെ, ഇത് ഒരു സ്മോൾ ജുംക്ക റാനോ സ്റ്റോൺസ് വരുന്നതാണ്. ഇത് ഞാൻ ആക്ച്വലി ഒരു മാല ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞ് ജുംക്ക. ആക്ച്വലി എൻ്റെ സെക്കൻഡ് സ്റ്റഡും ഇങ്ങനത്തെ ഒരു സ്റ്റോണാണ്. അതുകൊണ്ട് നന്നായിട്ട് മാച്ച് ആയിട്ടുണ്ട്. പിന്നെ മെയിൻ സാധനം മറന്നു വേടാ, കണ്ണെഴുതാൻ മറന്നുപോയി. ഞാൻ ആക്ച്വലി രാവിലെ അമ്പലത്തിൽ കൊച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു വാരാണ് കാണുന്നത്. അത് ചെയ്യാൻ മറന്നുപോയി. വാരിട്ട് കണ്ണെഴുതാതെ നമുക്കൊരു കളിയില്ല. ഓക്കെ, നിങ്ങളൊരു അടിപൊളി വാട്ടർ പ്രൂഫ് ഐലൈനർ തപ്പി നടക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ദിസ് ഇൻസൈറ്റ്. എനിക്ക് തോന്നുന്നു 200 റേഞ്ച് എന്ന് തോന്നുന്നു. ഐ നോട്ട് ഷുവർ അബൌട്ട് ദി പ്രൈസ്. ഐ നോട്ട് ഷുവർ. ഞാനിത് ആക്ച്വലി ഞാനിത് സ്റ്റോർ വാങ്ങിയതാണ്, ഓൺലൈൻ എന്നല്ല. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ പ്രൈസ് ഇതറിയില്ല. ഞാൻ 180 ആ റേഞ്ചിൽ എന്തുകൊണ്ട് സ്റ്റോർ വാങ്ങിയത് എനിക്കറിയില്ല. ഇത് പ്രൈസ് ഇത്ര ഉണ്ടോ എന്ന് അവരെ പറ്റിച്ചതാണെന്ന്. സോ ദിസ് ഇസ് ദ തിങ് ആൻഡ് വി ആർ ഓൾമോസ്റ്റ് റെഡി. ലെറ്റ്സ് പെയർ വിത്ത് ലക്ഷ്മി മാല ആൻഡ് സം ബാംഗിൾസ്. ദിസ് ഇസ് സോ പെർഫെക്റ്റ്. ഞാൻ മസ്കാര യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്, പക്ഷേ ഒരു മനോഹരമായിട്ട് നമ്മുടെ കണ്ണ് താഴെ മസ്കാര യൂസ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ താഴെ കണ്ണെഴുതാത്തതുകൊണ്ട് നമുക്കൊന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഇവിടെ മിറർ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. സുന്ദരി, എനിക്ക് വയ്യ, എന്റെ കയ്യിലായി. ഞാൻ ഭയങ്കര മെസ്സി ആണല്ലോ. മറ്റേ റീൽ എടുക്കാറുണ്ടല്ലോ ഞാൻ എന്റെ ബാംഗിൾസ് കുറച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു കൈ കുറച്ച് നമുക്ക് ഓവർ ആക്കിയിടാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ് മീ ഗോ വിത്ത് ഓൺ മൈ ലെഫ്റ്റ്.
ആക്ച്വലി 2 സെറ്റാണ്. ഒന്നിൽ 12 പീസ് വരുന്നത് ഈ ചെറുത്. ആക്ച്വലി മറ്റേ ബീഡ്സ് വരുന്ന ഒരു നമ്മുടെ ആര്യവർക്കിനൊക്കെ വരുന്ന ഒരു സ്റ്റോൺ ഇല്ല, അതിനെന്ത് പറയാൻ എനിക്കറിയില്ല. അത് പിന്നെ ഈ വലിയ ബാംഗിൾസ് വന്നിട്ട് ആക്ച്വലി ഇതിന്റെ റെഡ് സ്റ്റോൺസ് വന്നിട്ട് ഗ്ലാസ് ആണ്. അപ്പോൾ അത് പൊട്ടാനുള്ള നല്ല ചാൻസ്. അത് ആക്ച്വലി ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചതാണ്. പിന്നെ ഇതൊരു ചെറിയ 2 പീസും അതിലൊരു ഗോൾഡൻ പെയർ വരുന്നത്. ഓക്കെ, നൗ ഐ ആം റെഡി. ദെൻ ഓക്കെ, ഞാൻ എന്റെ റീൽ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് കമന്റ് ഗൈസ്, എന്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടെന്ന്. അയ്യോ അഭിക്കുട്ട സോ ക്യൂട്ട്. നമ്മളെപ്പോഴും സെൽഫ് ഒബ്സസ്ഡ് ആയിരിക്കണം ബിക്കോസ് നമ്മൾ പോയിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ മുടി ഇത്ര നോർമൽ, എന്റെ മുടി നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് തന്നെയാണ്. ഇത്ര ഇതായത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഐ മീൻ കുറച്ചല്ല, എല്ലാ സ്ട്രെറ്റ്സും ഒന്ന് എടുത്തിട്ട് ഒന്ന് നല്ല ഹീറ്റ് ഇട്ടിട്ട് ഞാനൊന്ന് നാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇതാണ് എന്റെ, ലെറ്റ് മീ ഷോ മൈ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഓക്കെ, ദിസ് ഇസ് മൈ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഞാൻ ആക്ച്വലി വെളിച്ചത്തിൽ കമ്മിയുണ്ട്. സോ ഞാൻ ആക്ച്വലി ലൈറ്റ് വെച്ചിട്ടാണ്, ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോക്കസ് ആഡ് ചെയ്യുന്നതാണ്. സോ ചെക്ക് ഔട്ട് ഗൈസ്. ഇഫ് യു വോണ്ട് മോർ വീഡിയോസ് ലൈക്ക് ദിസ്, പ്ലീസ് ഡു കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലവ് യു. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചൂടായതുകൊണ്ട് ഇനി മേക്കപ്പ് റിമൂവ് ചെയ്യണം. പക്ഷേ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ആക്ച്വലി ട്രാൻസിഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് ബിഫോർ ട്രാൻസിഷൻ എടുക്കാൻ മറന്നു. അപ്പോൾ മേക്കപ്പ് എല്ലാം വാഷ് ഔട്ട് ചെയ്ത് കളയണം. എനിക്ക് നല്ല വിഷമമുണ്ട് മേക്കൗട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതിൽ. പക്ഷേ അതുകൊണ്ട് അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാൻ ബൈ.